തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം സാധ്യമാണ്. ഒരാളൊരു ഗ്രാമത്തിൽ വളരെ അശ്രദ്ധയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. അയാൾക്കൊരു ദൂഷ്യമുണ്ടായിരുന്നു. അയാൾ ആടുകളെ മോഷ്ടിക്കുമായിരുന്നു. ക്രമേണ ആ ഗ്രാമവാസികൾ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് കണ്ടുപിടിച്ചു ആടിനെ മോഷ്ടിക്കുന്ന ആളാരാണെന്ന്. അയാളെ പിടികൂടി. അവരൊരു കാര്യം ചെയ്തു. ഇയാൾ ഇനി ആരുടെയും ആടിനെ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ നെറ്റിയിൽ വലിയ അക്ഷരത്തിൽ ആട് മോഷ്ടാവെന്ന് എഴുതാനായിട്ട് തീരുമാനമെടുത്തു. അവർ ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയിലെ 2 വാക്കിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ് എഴുതിയത്. ഷീപ്പ് തീഫ്, ST എന്ന് അയാളുടെ നെറ്റിയിൽ ഒരു ഇരുമ്പ് പഴുപ്പിച്ച് എഴുതി വെച്ചു. അയാൾക്ക് അതോടുകൂടി നാട്ടിൽ നിൽക്കാൻ പറ്റാതെയായി അയാൾ ആ ഗ്രാമം വിട്ട് വേറെ ഗ്രാമത്തിൽ വന്നു. അപ്പോൾ അയാളൊരു തീരുമാനമെടുത്തു, ഇനി ഏതായാലും ഞാൻ ആടിനെ മോഷ്ടിക്കുന്ന പ്രശ്നമില്ല, നല്ല ജീവിതം നയിക്കാനായിട്ട് പോവുകയാണ്. അയാൾ അനുദിനം പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി, വികാരച്ചനുമായിട്ട് പരിചയപ്പെട്ടു, വേദപാഠം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അയാൾ ക്രമേണ അയാളുടെ കുടുംബജീവിതമൊക്കെ ആരംഭിച്ചു. അയാൾ ഇടവകയിലും ആ സമൂഹത്തിലൊക്കെ വലിയ ഉപകാരം ചെയ്യാനായിട്ട് തുടങ്ങി. നാട്ടുകാർക്കെല്ലാം അയാൾ ഇഷ്ടപ്പെട്ടു. അയാളുടെ നെറ്റിയിലുണ്ടായിരുന്ന ST എന്നുള്ള ഭാഗം അയാളുടെ മുടി കൊണ്ട് അല്പം മറച്ചാണ് പള്ളിയിലൊക്കെ പോയിരുന്നത്. ഇങ്ങനെ അയാൾ വളരെ പ്രസിദ്ധനായതോടുകൂടെ ആ ഇടവക വികാരിക്കും നാട്ടുകാർക്കും എല്ലാം തോന്നി അയാൾക്കൊരു അനുമോദനം നൽകണം, ഒരു സമ്മേളനം നടത്തണമെന്നെല്ലാം തോന്നി. അയാളെ വിളിച്ച് ബഹുമാനിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ധാരാളം പേര് വന്ന് പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇയാൾ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഇയാൾ എനിക്ക് വളരെ നന്നായിട്ടറിയാം. ഇയാൾ ജനിച്ചത് തന്നെ ഒരു വിശുദ്ധനായിട്ടാണ്. കാരണം ഇയാൾ കുളിക്കാൻ പോകുന്ന അവസരത്തിൽ ഇയാളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാളത് ആരും കാണാതിരിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുകയാണ്. ST എന്ന് എഴുതിയിട്ടുണ്ട്. ST എന്നുള്ളത് വിശുദ്ധൻ എന്നുള്ളതിൻ്റെ ചുരുക്ക അക്ഷരങ്ങളാണല്ലോ. ഇയാൾ ജനിച്ചപ്പോൾ തന്നെ ഒരു വിശുദ്ധനാണ് എന്ന് പറഞ്ഞ് അയാൾ പ്രസംഗിച്ചു. നമുക്ക് ആർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകൾ തിരുത്തി നല്ലവരാകാനായിട്ട് പറ്റും, വിശുദ്ധരാകാനായിട്ട് പറ്റും, വിശുദ്ധകളാകാനായിട്ട് പറ്റും. പ്രഭാഷകൻ 17:24 പശ്ചാത്തപിക്കുന്നവന് തിരിച്ചു വരാനായിട്ട് ദൈവം തീർച്ചയായിട്ടും ഇടകൊടുക്കും, അവനെ ആരും പരിഹസിക്കരുത്. പ്രഭാഷകൻ 8:5 പശ്ചാത്തപിക്കുന്ന പാപിയെ നീ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്, അവന് നന്മയിലേക്ക് വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജീവിതം സാധ്യമാണ്. വളരെ ഉപകാരപ്രദമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതിനായി നമുക്ക് ശ്രമിക്കാം. യേശു അതിനായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.